നമസ്കാരം. മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടെർബോ എന്ന ചിത്രം ഇന്ന് കൃത്യമായി 8 ദിവസങ്ങൾ പിന്നിടാൻ ഒരുങ്ങുകയാണ്. ചിത്രം 7 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 24 കോടി റേഞ്ചിലാണ് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ 7ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച പോലും ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 30,000-ൽ പരം ടിക്കറ്റുകളാണ്. ഇന്നലെയും ശക്തമായ മഴ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും മികച്ചൊരു ബുക്കിംഗ് കേരളത്തിൽ ഇന്നലെയും കാണാൻ സാധിച്ചു. ഇപ്പോൾ ചിത്രത്തിന്റെ 7 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ 7 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്ന ടെർബോ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ടെർബോ ചിത്രം 7 ദിവസങ്ങൾ കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 1 കോടിക്ക് മുകളിലാണ്. കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും 2 കോടി 15 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 92 ലക്ഷം രൂപയുമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് 4 കോടി 10 ലക്ഷം രൂപയാണ്. ടെർബോ ചിത്രം റിലീസ് ചെയ്ത ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 3 കോടി 40 ലക്ഷം രൂപ സ്വന്തമാക്കിയിരുന്നു. അവസാന 2 ദിവസങ്ങൾ കൊണ്ട് 60 ലക്ഷത്തിന് മുകളിലാണ് ചിത്രം അവിടെ നിന്ന് സ്വന്തമാക്കിയത്, അതായത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും സ്വന്തമാക്കിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മമ്മൂക്കയുടെ മികച്ച 4ാമത്തെ കളക്ഷൻ കൂടിയാണിത്. ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയത് ബ്രഹ്മയുഗമാണ്. അതിനുശേഷം കണ്ണൂർ സ്ക്വാഡും 3ാം സ്ഥാനത്തുള്ളത് ഭീഷ്മപർവവുമാണ്. ഇപ്പോൾ ആ ഒരു 4ാം സ്ഥാനത്തേക്ക് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടെർബോയും എത്തിയിരിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ. ടെർബോയുടെ 8ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച പോലും ചിത്രത്തിന് ഉച്ചയ്ക്ക് ശേഷം മികച്ചൊരു ബുക്കിംഗ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ടെർബോ സിനിമയുടെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.